കർണാടക കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസർ രാജിനെതിരെ ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും ഫോട്ടോ പ്രദർശനവും സംഘടിപ്പിച്ചു. നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറി ഇ അരുൺദാസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് സംഘപരിവാരത്തിന് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ബുൾഡോസർ രാജ് എന്ന വാക്ക് ഈ രാജ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ദളിതരും താമസിക്കുന്ന ചേരി പ്രദേശങ്ങളിലേക്ക് ബുൾഡോസറുകളെ പറഞ്ഞയച്ച് അവരുടെ ജീവിതമാർഗങ്ങളും അവരുടെ വീടുകളുമെല്ലാം തകർത്തെറിയുന്ന കാഴ്ച ഈ രാജ്യം കുറച്ചു കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ രാജ്യത്തെ സംഘപരിവാരത്തിനെതിരായി നിലകൊള്ളുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വം കൊടുക്കുന്ന കർണാടകയിലെ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നാം കണ്ട കാഴ്ച. 120ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ചേരി പ്രദേശത്തിലേക്ക് പുലർച്ചെ ബുൾഡോസറുകളെ പറഞ്ഞയച്ച് ഈ മഞ്ഞ് പെയ്യുന്ന ശൈത്യകാലത്ത് പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന അവരുടെ വീടുകൾ തകർത്ത് അവരെ വീടില്ലാത്തവരായി ജീവിതമാർഗങ്ങളില്ലാത്തവരായി മാറ്റിയിരിക്കുന്ന കാഴ്ച ഈ രാജ്യത്തെ നടക്കുന്ന കാഴ്ചയാണ്. നിങ്ങൾ നോക്ക്, ഈ ശൈത്യകാലത്ത് സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും വയോജനങ്ങളടക്കമുള്ള മനുഷ്യരെയാണ് തെരുവിലേക്ക് കർണാടകയിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഇറക്കിവിട്ടിരിക്കുന്നത്. ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനത്തിനെ ഡിവൈഎഫ്ഐ ശക്തമായി എതിർക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുള്ള സംഘം ഈ പ്രദേശം സന്ദർശിക്കുന്ന സ്ഥിതിയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ ഇന്ന് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സംഘപരിവാരനേക്കാൾ കാണിപ്പിക്കുന്ന തരത്തിലുള്ള കോൺഗ്രസിന്റെ ഈ ഭീകരത പ്രദർശിപ്പിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കർണാടകയിലെ യലഹങ്കയിൽ 400ഓളം വീടുകൾ നോട്ടീസ് നൽകാതെ പൊളിച്ചുമാക്കിയത് സംഘപരിവാർ തോൽക്കും വിധമുള്ള കോൺഗ്രസിന്റെ പ്രവൃത്തിയാണെന്ന് പ്രതിഷേധ സംഗമം അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് വിൻഷ അധ്യക്ഷത വഹിച്ചു. പി ദീപക് സ്വാഗതവും പ്രജിത്ത് നന്ദിയും പറഞ്ഞു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.